ഡെൽറ്റ ഇ ട്യൂറ്റർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ബയോളജിയിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന പാഠത്തിൻ്റെ 3-ാം ഭാഗമാണ് ഈ വീഡിയോ. ഇവിടെ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. Digestion is the conversion of complex insoluble food materials into simple and absorbable form. Digestion includes chemical and mechanical processes. എൻസൈമുകളുടെ ആക്ടിവിറ്റിയെയാണ് കെമിക്കൽ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ പ്രോസസ്സസ് ഇൻക്ലൂഡ് മാസ്റ്റിക്കേഷൻ, ഡെഗ്ലൂട്ടീഷൻ, പെരിസ്റ്റാൾസിസ്. ആഹാരത്തിലെ വിവിധ ഘടകങ്ങളുടെ ദഹനം ആലിമെൻ്ററി കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കുന്നു. ഡൈജഷൻ ഇൻ ബക്കൽ ക്യാവിറ്റി, വായയിൽ വെച്ചുള്ള ദഹനം. ഡൈജഷൻ ആരംഭിക്കുന്നത് ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചാണ്. ബക്കൽ ക്യാവിറ്റിയിലേക്കെടുത്ത ആഹാരത്തെ നാവും പല്ലും ഉപയോഗപ്പെടുത്തി ചവച്ചരയ്ക്കുന്നു. ഇതിനെയാണ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത് ആൻഡ് ടങ്. This process is called mastication or chewing. ചവച്ചരച്ച ആഹാരം വായിലെ സലൈവ അതായത് ഉമിനീരിലെ മ്യൂക്കസിൽ ലയിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെടുകയും ശേഷം ഇവ ബോളസായി മാറുകയും ചെയ്യുന്നു. ബക്കൽ ക്യാവിറ്റിയിലെ സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയിൽ 2 തരം എൻസൈമുകളാണ് കാണപ്പെടുന്നത്: ലൈസോസൈം, സലൈവറി അമിലേസ്. ലൈസോസൈം ആഹാരത്തോടുകൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് അന്നജത്തെ അതായത് സ്റ്റാർച്ചിനെ ഡൈസാക്കറൈഡായ മാൾട്ടോസാക്കി മാറ്റുന്നു. ഏകദേശം 30% സ്റ്റാർച്ചിനെ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് സലൈവറി അമിലേസ് മാൾട്ടോസാക്കി മാറ്റുന്നു. മാസ്റ്റിക്കേഷനും സലൈവറി അമിലേസിൻ്റെ ഡൈജഷനും ശേഷം ആഹാരം ബോളസായി മാറുന്നു. ഇത് സ്വാളോയിങ് പ്രോസസ്സ് വഴി ഫാരിങ്സിലൂടെ ഈസോഫാഗസിലേക്ക് എത്തിച്ചേരുന്നു. സാലോയിങ് മീൻസ് വിഴുങ്ങൽ. ഇതിനെ ഡെഗ്ലൂട്ടീഷൻ എന്നും പറയുന്നു. ഈസോഫാഗസിലൂടെയുള്ള ബോളസ് ഫുഡിൻ്റെ ചലനത്തിന് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് സഹായിക്കുന്നു. ദ മൂവ്മെൻറ്റ് ഓഫ് ബോളസ് ത്രൂ ദ ഈസോഫാഗസ് ബൈ സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലാർ കൺട്രാക്ഷൻ ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. The gastroesophageal sphincter control the passage of food into the stomach. Digestion in stomach. നാം കഴിക്കുന്ന ആഹാരം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ സ്റ്റൊമക്കിൽ താത്കാലികമായി സ്റ്റോർ ചെയ്യുന്നു. ഈ സമയം കൊണ്ട് സ്റ്റൊമക്ക് വാളിൽ കാണപ്പെടുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലെ എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ആക്ടിവിറ്റി വഴി ആസിഡ് പേസ്റ്റി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫുഡിനെ കൈം എന്ന് വിളിക്കുന്നു. സ്റ്റൊമക്ക് വാളിൽ കാണപ്പെടുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളിൽ 3 തരം സെക്രീറ്ററി സെല്ലുകളുണ്ട്. ഇതിൽ ഓക്സിൻറ്റിക് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന HCl ഫുഡിനോടുകൂടി ഉള്ളിലേക്കെത്തുന്ന ജേംസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നതോടുകൂടെ ചീഫ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള പെപ്സിനോജനെ പെപ്സിനാക്കി ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതിനും സഹായിക്കുന്നു. പെപ്സിൻ പ്രോട്ടീനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസുമാക്കി മാറ്റുന്നു. കുട്ടികളിൽ ചീഫ് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള റെനിൻ എൻസൈമിനെ HCl റെനിൻ എന്ന ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുകയും ഇത് മിൽക്ക് പ്രോട്ടീൻ്റെ ഡൈജഷന് സഹായിക്കുകയും ചെയ്യുന്നു. മിൽക്ക് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നതിന് റെനിൻ എൻസൈമിനോട് കൂടെ കാൽഷ്യം അയോണും പെപ്സിൻ എൻസൈമും സഹായിക്കുന്നു. ഗ്യാസ്ട്രിക് ലിപ്പേസ് അതായത് ചീഫ് സെൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു എൻസൈം. ഇത് വളരെ കുറഞ്ഞ അളവിൽ ലിപ്പിഡിൻ്റെ ഡൈജഷനെയും സഹായിക്കുന്നു. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലെ 3ാമത്തെ സെക്രീറ്ററി സെല്ലായ മ്യൂക്കസ് നെക്സൽ അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് HCl സ്റ്റൊമക്ക് വാളിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ 3 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്: ഡിയോഡിനം, ജജനം, ഇലിയം. ഇതിൽ ഏറ്റവും കൂടുതൽ ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിൽ വെച്ചാണ്. സ്റ്റൊമക്കിൽ നിന്ന് കൈം എന്ന രൂപത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിച്ചേരുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബൈൽ ജ്യൂസ്,
പാങ്ക്രിയാറ്റിക് ജ്യൂസ്, ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് എന്നിവ സഹായിക്കുന്നു. ആക്ഷൻ ഓഫ് ബൈൽ ജ്യൂസ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസ് താത്കാലികമായി ഗാൾ ബ്ലാഡറിൽ സംഭരിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. എൻസൈമുകളില്ലാത്ത ബൈൽ ജ്യൂസ് ഫാറ്റിനെ ഇമൾസിഫൈ ചെയ്ത് ടൈനി ഡ്രോപ്ലെറ്റുകളാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു. ഇത് ഫാറ്റിൻ്റെ ഡൈജഷനെ വേഗത്തിലാക്കുന്നതിന് ലിപ്പേസ് എൻസൈമുകളെ സഹായിക്കുന്നു. ആക്ഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഡിയോഡിനത്തിൽ വെച്ച് നടക്കുന്ന ഡൈജഷന് സഹായിക്കുന്ന രണ്ടാമത്തെ ജ്യൂസാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് പാങ്ക്രിയാസാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ അമിലേസ്, അതായത് പാങ്ക്രിയാറ്റിക് അമിലേസ് ഓർ അമൈലോപ്സിൻ, സലൈവറി അമിലേസ് ഡൈജസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന സ്റ്റാർച്ചിനെ മാൾട്ടോസാക്കി കൺവേർട്ട് ചെയ്യുന്നു. പാങ്ക്രിയാറ്റിക് അമിലേസിനു പുറമെ ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ് തുടങ്ങിയ എൻസൈമുകളും പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്നു. ഇവയിൽ ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ് എന്നിവ ഇനാക്റ്റീവ് ഫോമിലാണ്. ഡിയോഡിനത്തിലേക്ക് തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലെ എൻഡിറോകെനിൻ എന്ന് പറയുന്ന എൻസൈം ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യുകയും ട്രിപ്സിനാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ട്രിപ്സിൻ കൈമോട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്ത് കൈമോട്രിപ്സിനാക്കുകയും പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നിവ പ്രോട്ടീൻ്റെ ഡൈജഷനെ സഹായിക്കുന്നു. പ്രോട്ടീൻ, പെപ്റ്റോൺസ്, പ്രോട്ടിയോസിസ് തുടങ്ങിയവയെ ഡൈപെപ്റ്റൈഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ബൈൽ ജ്യൂസിൻ്റെ സഹായത്തോടുകൂടി ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കിയ ഫാറ്റിനെ ലിപ്പേസ് എൻസൈം ഡൈജസ്റ്റ് ചെയ്യുന്നു. ഫാറ്റിനെ ഡൈഗ്ലിസറൈഡുകളാക്കുകയും ശേഷം അവയെ മോണോഗ്ലിസറൈഡുകളാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷന് ന്യൂക്ലിയസ് എൻസൈം സഹായിക്കുന്നു. അവയെ ന്യൂക്ലിയോടൈഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ആക്ഷൻ ഓഫ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. സ്മോൾ ഇൻറ്റസ്റ്റിനിലെ ഡൈജഷനെ സഹായിക്കുന്ന മൂന്നാമത്തെ സെക്രീഷനാണ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്. ഡിയോഡിനത്തിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻഡ്സ് ആണ് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ പലതരം എൻസൈമുകൾ കാണപ്പെടുന്നു. ഡൈപെപ്റ്റിഡേസ്, മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്, ന്യൂക്ലിയോടൈഡേസ്, ന്യൂക്ലിയോസൈഡേസ്, ലിപ്പേസ് തുടങ്ങിയ എൻസൈമുകൾ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിൽ കാണപ്പെടുന്നു. ഇവ ഫുഡ് പാർട്ടിക്കിളിനെ അവയുടെ ഏറ്റവും സിമ്പിൾ അബ്സോർബബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയ ഡൈപെപ്റ്റൈഡുകളെ ഡൈപെപ്റ്റിഡേസ് എൻസൈം അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഷുഗർ മോളിക്യൂൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയ മാൾട്ടോസിനെ മാൾട്ടേസ് എൻസൈം 2 ഗ്ലൂക്കോസ് തന്മാത്രകളാക്കി മാറ്റുന്നു. ലാക്ടോസിനെ ലാക്ടേസ് ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റുന്നു. സൂക്രേസിൻ്റെ സഹായത്തോടുകൂടി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു. ന്യൂക്ലിക് ആസിഡ് ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയ ന്യൂക്ലിയോടൈഡുകളെ ന്യൂക്ലിയോടൈഡേസ് എൻസൈം ന്യൂക്ലിയോസൈഡുകളാക്കി മാറ്റുകയും ഈ ന്യൂക്ലിയോസൈഡുകളെ ന്യൂക്ലിയോസൈഡേസ്, ഷുഗർ, ബേസ് എന്നിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് കിട്ടിയ ഡൈഗ്ലിസറൈഡ്, മോണോഗ്ലിസറൈഡ് എന്നിവയെ ഇൻറ്റസ്റ്റിനൽ ജ്യൂസിലെ ലിപ്പേസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞു വരുന്ന ഭാഗമാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. In large intestine, there is no significant digestive activities. Functions of large intestine: absorption of water, minerals, and certain drugs. Secrete mucus for adhering waste particles together and lubricating it for an easy passage. Fully digested semi-fluid alkaline food in small intestine is called chyle. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഫുഡ് ഡൈജഷനാണ്. ഇനി അടുത്ത വീഡിയോയിൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഡിസോർഡേഴ്സ് ദാറ്റ് അസോസിയേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട്.